പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുക്കം ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അതിനായി ഒരുങ്ങണം. എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് വിശുദ്ധ ഗ്രന്ഥം കാണിച്ചു തരുന്ന 5 കാര്യങ്ങൾ. 1. ഉപവാസ പ്രാർത്ഥനയിലൂടെ. അപ്പസ്തോല പ്രവർത്തനം 9:9. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുൻപ് വിശുദ്ധ പൗലോസ് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ആത്മാവിനെ സ്വീകരിച്ച ശേഷമാണ് പൗലോസ് ഉപവാസം അവസാനിപ്പിച്ചത്. ഇങ്ങനെ ഒരുങ്ങിയ പൗലോസിന്റെ മേൽ അനന്യാസ് കൈകൾ വച്ചപ്പോൾ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. നിരന്തരം പ്രാർത്ഥിച്ചും ദാനധർമ്മം നടത്തിയും ഒരുങ്ങിയ കൊർന്നേലിയൂസിലാണ് വിശുദ്ധ പത്രോസ് പ്രസംഗിച്ചപ്പോൾ ആത്മാവിനെ ലഭിച്ചത്. 2. പശ്ചാത്താപത്തിലൂടെയുള്ള ഒരുക്കം. അപ്പസ്തോല പ്രവർത്തനം 2:38. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിനെ പണം കൊടുത്തു വാങ്ങാമെന്ന് കരുതിയ ശിമയോനോട് വിശുദ്ധ പത്രോസ് പറഞ്ഞു, നിനക്ക് ഇക്കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചു, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഈ ആഹ്വാനം അവസാനിക്കുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്ന പ്രാർത്ഥനയോടെയാണ്. ആ ജലം എനിക്ക് തരിക എന്ന് പറഞ്ഞ സമരായക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക, പശ്ചാത്തപിച്ച് പാപമാർഗം ഉപേക്ഷിക്കണമെന്നാണല്ലോ വിവക്ഷ. 3. ദാസനും ദാസിയുമായിരിക്കുക. അപ്പസ്തോല പ്രവർത്തനം 2:18. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്വയം സമർപ്പിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു എന്നാണല്ലോ പരിശുദ്ധ മറിയം പാടിയത്. പരിശുദ്ധ മറിയം ദാസിയായി മാറി. അത് ആത്മാവിൻ്റെ നിറവിന് കാരണമായി. 4. ദാഹിച്ചു പ്രാർത്ഥിക്കുക. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പ്രാർത്ഥനാ ജീവിതം നിരന്തരം നയിക്കുന്നവർക്കാണ് ആത്മാവിനെ ലഭിക്കുക. ദാഹിക്കുന്നവർക്കാണ് ജീവജലം കിട്ടുക. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോൾ ആത്മാവ് കൊണ്ട് നിറഞ്ഞു. ആത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന നാം ഒരിക്കലും നിർത്തരുത്. എന്നും ആത്മാവിന് വേണ്ടി നാം കാത്തിരിക്കണം. 5. അയോഗ്യരെന്ന് സ്വയം ചിന്തിക്കാതിരിക്കുക. ഈ വാഗ്ദാനം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പസ്തോല പ്രവർത്തനം 2:39. വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കുമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ ഒരുക്കം പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എനിക്ക് ആത്മാവിനെ സ്വീകരിക്കാൻ അർഹതയില്ല, ഞാൻ പാപിയാണ് എന്നിങ്ങനെ ചിന്തിച്ച് ആത്മാവിനാൽ നിറയപ്പെടുവാൻ നാം തടസ്സം സൃഷ്ടിക്കരുത്. പ്രാർത്ഥന നിർത്തുകയും അരുത്. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. യേശുവിനെ കർത്താവായി സ്വീകരിക്കുക ആത്മാവ് നിറയുവാൻ ആവശ്യ വ്യവസ്ഥയാണ്. യേശുവിനെ പ്രതി എല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവിനെ ലഭിക്കുക. വിശുദ്ധ പൗലോസിൻ്റെ ഭാഷയിൽ എല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവേ, പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കണമേ. ആമേൻ. സുകൃതജപം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.